ആദ്യമായിട്ട് നമ്മളിതില് ബീറ്റ ഇന്റഗ്രൽ ഓർ ബീറ്റ ഫംഗ്ഷൻ എന്താണ് എന്ന് പറയാം. ആദ്യം നമ്മൾ ബീറ്റ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ബീറ്റ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് if m, n are positive integers or positive numbers, positive എന്ന് പറഞ്ഞാൽ മതി, കാരണം ഫ്രാക്ഷൻസ് ഒക്കെ വരാം. ബീറ്റ b of m, n equal to integral 0 to 1 x raised to m minus 1 into 1 minus x whole raised to n minus 1 dx is called the beta function. So beta function is an integral. ഇത് വെറും ഇന്റഗ്രൽ അല്ല, അത് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആണ്. കാരണം എന്താണ്, എക്സ് 0 ആവുമ്പോ എക്സ് 1 ആവുമ്പോ ഇത് സാധാരണ ഒരു നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ എം എന്നും പോസിറ്റീവ് ആണ് എന്ന് പറയുമ്പോൾ ഇത് ഫ്രാക്ഷന് നമുക്ക് തോന്നുന്നു എം എന്നും ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇത് എന്താ ഒരു ഇംപ്രോപ്പർ ഇന്റഗ്രൽ. പക്ഷെ എം ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ പവർ എക്സ് ഡിനോമിനേറ്ററിലാണ് കിടക്കുക, അപ്പൊ ഇതൊരു ഇംപ്രോപ്പർ ഇന്റഗ്രലായി മാറും. അതുപോലെ എൻ ലെസ് ദാൻ 1 ആണെങ്കിൽ 1 മൈനസ് എക്സും ഡിനോമിനേറ്ററിലാണ് കിടക്കുക. സോ both these becomes this integral becomes an improper integral. So ബീറ്റ ഫംഗ്ഷൻ എപ്പോഴും കൺവേർജന്റ് ആണോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ഇംപ്രോപ്പർ ഇന്റഗ്രലിനെ സംബന്ധിച്ചിടത്തോളം ആ ഇന്റഗ്രലിന് ഒരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടോ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പൊ അതാണ് ആദ്യം നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മള് ഫസ്റ്റ് ടോപ്പിക് ഇതിലെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യണേ convergence of beta function. നമ്മൾ പറയാൻ പോണ ബീറ്റ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് കൺവേർജന്റ് എന്നാണ്. അപ്പൊ കൺവേർജന്റ് ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ 2-3 കേസ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ആദ്യം നോക്കുക, ഇഫ് m, n greater than or equal to 1, both m and n are greater than or equal to 1, അല്ലെങ്കിൽ ഓരോന്നായിട്ട് പറയാം. If m greater than or equal to 1, n greater than or equal to 1, if both occurs, beta mn equal to integral 0 to 1 x raised to m minus 1 into 1 minus x whole raised to n minus 1 dx is a proper integral. ഇംപ്രോപ്പർ ഇന്റഗ്രൽ അല്ല, ഇതിനൊരു പ്രശ്നമല്ല. കാരണം എക്സും 1 മൈനസ് എക്സും പോളിനോമിയൽസ് ആണ്. അല്ലെങ്കിൽ പോളിനോമിയൽസ് എന്ന് വേണമെന്നില്ല, ന്യൂമറേറ്ററിൽ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ആണ്, ഡിനോമിനേറ്റർ ഇല്ലാത്തൊരു ഫംഗ്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ ദ എൻറ്റയർ ഇന്റർവെൽ, ക്ലോസ്ഡ് ഇന്റർവെൽ 0-1. സോ ദ ഇന്റഗ്രൽ ഈസ് ഫൈനൈറ്റ്. സോ ആൻഡ് Bmn has a finite value. ഇനി എമ്മും എന്നും ലെസ് ദാൻ 1 ആവുമ്പോഴാണ് ഇനി നമ്മളുടെ ഓരോ ബാക്കിയുള്ള കേസ് വന്നത്. If both m and n are less than 1, what about beta of mn? Let's equal integral 0 to 1 again x raised to m minus 1 into 1 minus x whole raised to n minus 1 dx. നോക്ക, ഇത്
അതായത് ലോവർ ലിമിറ്റിലും സീറോയിലും ഡിസ്കണ്ടിന്യൂസ് ആവും, 1 - x-ലും അല്ലെങ്കിൽ x = 1-ലും ഡിസ്കണ്ടിന്യൂസ് ആവും. അപ്പോ ദിസ് ആൻ ഇംപ്രോപ്പർ ഇന്റഗ്രൽ and improper integral of second kind. എന്തുകൊണ്ടാണ് സെക്കൻഡ് കൈൻഡ് എന്ന് പറയാൻ? കാരണം രണ്ട് ഇന്റർവെലിന്റെ രണ്ട് അറ്റത്തും ഡിസ്കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ്. അപ്പൊ ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂ എന്താണ് വരിക നോക്കാം. അപ്പോ നമുക്ക് ഈ കേസിൽ എങ്ങനെ ഇതിന്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാം എന്ന് നോക്കാം. അതായത് ഏതാണ് കേസ്? m less than 1 and n, both m and n are less than 1. Then so beta mn can be written as integral 0 to 1/2 x raised to m minus 1 into 1 minus x whole raised to n minus 1 plus integral 1/2 to 1 x raised to m minus 1 into 1 minus x whole raised to n minus 1 dx. ഇവിടെ നമ്മൾ എന്താ ചെയ്തത് എന്ന് വെച്ചാല് ഈ ഫസ്റ്റ് ഇംപ്രോപ്പർ ഇന്റഗ്രല് 0-ല് മാത്രമാണ് ഡിസ്കണ്ടിന്യൂസ് ആവുക, സെക്കൻഡ് ഇംപ്രോപ്പർ ഇന്റഗ്രല് 1-ല് മാത്രമാണ് ഡിസ്കണ്ടിന്യൂസ് ആവുക. അപ്പോൾ ഇത് രണ്ടും ഫസ്റ്റ് ടൈപ്പ്. ഈ ഫസ്റ്റ് ഇന്റഗ്രലിനെ നമ്മൾ I1 എന്ന് വിളിക്കും, ഇന്റഗ്രലിനെ നമ്മൾ I2 എന്ന് വിളിക്കും. ഇനി ഓരോന്നിന്റെയും കൺവേർജൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യാം. I1 integral 0 to 1/2 x raised to m minus 1 into 1 minus x whole raised to n minus 1 dx. ഇവിടെ ഇതില് നമുക്ക് ഏതിനാണ് പ്രശ്നം? x raised to m minus 1-നാണ്. So this can be written as integral 0 to 1/2 1 minus x whole raised to n minus 1. നമുക്ക് m less than 1 ആവുമ്പോ m minus 1 നെഗറ്റീവ് ആണ്. നമുക്ക് ഇതിനെ ഡിനോമിനേറ്ററിലേക്ക് എടുക്കുമ്പോൾ x raised to 1 minus m എന്നെടുക്കാം അല്ലെ? ഡിനോമിനേറ്ററിൽ എടുക്കുമ്പോൾ ഇത് x raised to minus 2 എന്ന് പറഞ്ഞാൽ 1 by x raised to 2. x raised to 2 എന്ന് പറഞ്ഞാൽ 1 by x raised to minus 2 എന്നാവും. അപ്പൊ അതേപോലെ x raised to m minus 1 എന്ന് പറഞ്ഞാല് 1 by x raised to minus of m minus 1, that is 1 by x raised to 1 minus m. This is our idea. ഇനി കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കാം. എന്താണ് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ്? നമുക്കറിയാം കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കാന് take f of x as the integrand 1 minus x whole raised to n minus 1 divided by x raised to 1 minus m. Take g of x as 1 by x raised to 1 minus m. Now what is limit x tends to 0 plus ആണല്ലോ ഇവിടെ. 0 plus f of x divided by g of x. That is equal to limit x tends to 0 plus 1 minus x whole raised to 1 minus n minus 1 divided by 1 x raised to 1 minus m divided by 1 by x raised to 1 minus m. Equal to limit x tends to 0 plus 1 minus x whole raised to n minus 1 equal to 1. So if limit x tends to 0 plus f of x by g of x is a finite number, then integral a to b f of x and integral a to b g of x converges together. Therefore, integral 0 to 1/2 x raised to 1 minus x raised to n minus 1 minus x whole raised to n minus 1 by x raised to 1 minus m dx converges if and only if integral 0 to 1/2
dx divided by x raised to 1 minus m converges. എപ്പോഴാണ് ഇത് അല്ലെങ്കിൽ converges if എന്ന് പറഞ്ഞു if this improper integral converges. ഈ improper integral എപ്പോഴാണ് കൺവേർജന്റ് ആവുക? നമുക്കറിയാം ഡിനോമിനേറ്ററിന്റെ പവർ ലെസ് ദാൻ 1 ആവുമ്പോൾ integral a to b, if the function is not continuous at a or b, integral a to b dx by x raised to p converges if p less than 1. So here we have converges. This converges if, that is, if m1 minus m less than 1, that is minus m less than 0, that is m greater than 0. Therefore, our this improper integral converges if m greater than 0. Obviously, നമ്മൾ ഡിഫൈൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു m is greater than 0 ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡെഫിനിഷൻ തന്നെ തുടങ്ങിയത്. m and n are positive. Therefore, this improper integral converges. അപ്പോൾ I2 ഇതേപോലെ ഇന്റഗ്രൽ I 1/2 to 1 x raised to m minus 1 into 1 minus x all raised to n minus 1 dx. ഇവിടെ ഫംഗ്ഷൻ n ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഈ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കണ്ടിന്യൂസ് ആവുക. അപ്പോ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ വീണ്ടും കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കുന്നു. ഇത് നമ്മൾ സെയിം ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. ദിസ് ഈക്വൽ ഇന്റഗ്രൽ 1/2 to 1 x raised to m minus 1 divided by 1 minus x whole raised to 1 minus n dx എന്ന് പറയും. നമ്മൾ ഇങ്ങനെ എടുക്കാൻ കാരണം നമുക്ക് m less than 1 n less than 1 ആണ്. ഇവിടെ x equal to 1ലാണ് ഇത് ഡിസ്കണ്ടിന്യൂസ് ആവണം. അപ്പൊ 1 അപ്പൊ എക്സ് 1 ആവുമ്പോ ഈ ടേം ആണ് ഡിനോമിനേറ്ററിലേക്ക് m ലെസ് ദാൻ 1 ആയതുകൊണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്തു? സോറി, n ലെസ് ദാൻ 1 ആയതുകൊണ്ട് 1 മൈനസ് n ഈസ് ലെസ് ദാൻ 0. സോ ഈ ടേം ആണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ടേമിനെ ഡിനോമിനേറ്ററിലേക്ക് എടുത്തു. ഇതേപോലെ തന്നെ let f of x equal to x raised to m minus 1 divided by 1 minus x whole raised to 1 minus n, and g of x equal to 1 by 1 minus x whole raised to 1 minus n. Then what is limit x tends to, എവിടെയാണ് പ്രശ്നം? 1 അപ്പർ ലിമിറ്റ് ആണ്. അപ്പോൾ 1 മൈനസ് f of x divided by g of x. What happens to this? Limit x tends to 1 minus x raised to m minus 1 divided by 1 minus x whole raised to 1 minus n divided by 1 minus x whole raised to 1 minus n. This both cancels and limit x tends to 1 minus x raised to m minus 1 equal to 1. So as earlier, integral 1/2 to 1 f of x and g of x both converges or both diverges. So or integral 1I2 equal integral 1/2 to 1 and then x raised to m minus 1 divided by 1 minus x whole raised to 1 minus n dx converges if integral 1/2 to 1 by 1 minus x whole raised to 1 minus n dx converges. ഇത് കൺവേർജ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം ഇന്റഗ്രൽ a to b dx by x minus b whole raised to p converges if p less than 1. So this converges if
1 minus n less than 1 or n less than 0. Therefore, this improper integral converges if, sorry, minus n less than 0 or n greater than 0. So this നമുക്കറിയാം n പോസിറ്റീവ് ആണ്. സോ I2 also converges. അപ്പൊ I2 ന്റെ കൺവേർജൻസ് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റി. അപ്പൊ ഇന്റഗ്രൽ നമുക്കറിയാം, നമ്മളുടെ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ബീറ്റ ഗാമ ഫംഗ്ഷൻ m, if m and n are less than 1, beta mn is I1 plus I2. Both I1 and I2 converges. Therefore, beta mn converges if m less than 0. Sorry, if m less than 1 and n less than 1. Therefore, in both cases, the proper integral converges. So, beta mn converges for all m comma n positive. Okay. അപ്പൊ ഇതാണ് ഇതിൽ ഫസ്റ്റ് ചോദ്യം ചോദിക്കാവുന്ന, എസ്റ്റാബ്ലിഷ് ദ കൺവേർജൻസ് ഓഫ് ബീറ്റ ഫംഗ്ഷൻ എന്നുള്ളതാണ് നമ്മളോട് ഫസ്റ്റ് ചോദ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ വരാം. നോക്കാം. രണ്ടാമത്തത് ഇന്റഗ്രലിനെ ബീറ്റ ഗാമ ഫംഗ്ഷന്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക. എക്സ്പ്രസ് ഇന്റഗ്രൽ 0 to 8 minus x cube whole raised to minus 1 by 3 dx in terms of beta function. നമുക്കറിയാം അവിടെ ഈ ടേമിനെ നമുക്ക് 8 മൈനസ് എക്സ് ക്യൂബിനെ നമുക്ക് 1 മൈനസ് ഇവിടെ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാല്, ഇതിനെ ഇംപ്രോപ്പർ ഇന്റഗ്രലിന്റെ ടേം എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഈ ഇത് എന്താ പറയാ 1 മൈനസ് എക്സ് എന്നുള്ള ടേമിലേക്കോ അല്ലെങ്കിൽ എക്സ് റൈസ് ടു എന്ന് പറഞ്ഞ ടേമും 1 മൈനസ് എക്സ് ഹോൾ റൈസ് ടു പറഞ്ഞ ടേമോ ഇവിടെ ആകെ ഒരൊറ്റ ടേമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 8 മൈനസ് എക്സ് ക്യൂബിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. 8 മൈനസ് എക്സ് ക്യൂബിന് നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ എങ്ങനെ നമുക്ക് ഈ എക്സ് ക്യൂബിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് നമ്മൾ ഇതാണ് ചെയ്യണേ, എക്സ് ക്യൂബ് ഈക്വൽ ടു 8u അങ്ങനെ എഴുതിയ എന്താന്ന് വെച്ചാല് ഇതിന്റെ ഉള്ളിൽ 1 മൈനസ് യു കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും എന്നാ നോക്കാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ സൗകര്യം എന്താ നോക്കാം. So what happens to 8 minus x cube equal to 8 minus 8u, that is 8 into 1 minus u, right? No, that is, now x cube equal to 8u means what is dx, differentiate in the 3x square dx equal to 8 du. Now that is x എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, x equal to 2 into u raised to 1 by 3 എന്നാണ് വരിക. That is അങ്ങനെ കിട്ടിയാലും മതി. അപ്പൊ dx എന്താവും, 2 into u raised to 1 by 3 എന്ന ഡിഫറൻഷ്യൽ ചെയ്താ 1 by 3 into u raised to minus 2 by 3. ഇനി x equal to 0 implies 8u equal to 0, that implies u equal to 0.
x equal to 2 cube, x into 2 cube equal to 8u, or u equal to 1. So our integral becomes, what happens to our integral? Integral 0 to 1, 8 minus x cube എന്താണ് വരിക? 8 into 1 minus u whole raised to minus 1 by 3 into dx is 2 by 3 into u raised to minus 2 by 3. So this is equal to 8 raised to minus 1 by 3 arna 1 by 2 engandana vara. That is 1 by 2, 1 by 2, 2 by 3. Prime constant vara. Integral 0 to 1 u raised to minus 2 by 3 into 1 minus u whole raised to minus 1 by 3 into 3. ഇനി ഇതിൽ നിന്ന് ഇത് നമുക്ക് m minus 1 n minus 1 ആണ് എഴുതേണ്ടത്. That is here m minus 1 equal to minus 3, m minus 1 equal to minus 1 by 3. That is m equal to minus 2 by 3 plus 1 is 1 by 3. m equal to minus 1 by 3 plus 1, that is 2 by 3. So this is equal to 1 by 3 into beta of m comma n. What is m? 1 by 3, 2 by 3. Next problem, evaluate integral a to b x minus a whole raised to m minus 1 into y minus b, sorry, b minus x whole raised to n minus 1 dx m comma n greater than 0. അപ്പോൾ m greater than 0 n greater than, ഇത് നമുക്ക് ഇവാലുവേഷൻ അല്ല, നമ്മൾ ഇവാലുവേഷന്റെ സ്റ്റേജിൽ എത്തിയില്ല, നമുക്ക് ബീറ്റ ഗാമ ഫംഗ്ഷന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാനാണ് പറ്റുക. അപ്പൊ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് എ ബി എന്നുള്ള പോയിന്റിന് പകരം എ ബി എന്നുള്ള ഇന്റർവെൽ നമുക്ക് ഏതിലേക്ക് മാറ്റണം? 0, 1ലേക്ക് മാറ്റണം വേണ്ടത്. അപ്പൊ ട്രാൻസിഷൻ കിട്ടാൻ നമ്മൾ ചെയ്യുന്ന ഐഡിയ ഇതാണ്. x 0 to a, x വാല്യൂ 0 നിന്ന് a ആക്കണം. അല്ലെ എൻ പോയിന്റ് എന്താ 1 നിന്ന് b. ഈ ഒരു ട്രാൻസിഷൻ ആണ് അവിടെ നടക്കുന്നത്, 0 to a, 1 to b. അപ്പൊ ഇത് എൻ പോയിന്റ് ആയിട്ട്, ഇത് രണ്ടും എൻ പോയിന്റ് ആയിട്ട് വരുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്താന്ന് നോക്കിയാൽ മതി. Right? Yes. A 0 to a, 1 to b എന്നുള്ള ഒരു ട്രാൻസിഷൻ. ഈ ട്രാൻസിഷന് x minus 0 by 1 minus 0 equal to y minus a divided by b minus a എന്നായിരിക്കും. ഇപ്പോ ഇവിടെ ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടുക x equal to y minus a by b minus a, or y equal to b minus a into x plus a. ഇതാണ് വരിക. അപ്പൊ നമ്മളുടെ ട്രാൻസിഷൻ ഈ ഒരു ഐഡിയയിലാണ് നമ്മൾ ട്രാൻസിഷൻ നടത്തുക. അപ്പൊ നമ്മൾ ട്രാൻസിഷൻ നടത്തുന്നതാണ് നമ്മളുടെ ഇക്വേഷൻ x equal to b minus a into z plus a. ഈ ഒരു ട്രാൻസിഷൻ നമ്മൾ നടത്തുക. സെഡിൽ ഉണ്ടാവുന്ന എക്സും സെഡും തമ്മിലുള്ള ട്രാൻസിഷൻ ഇങ്ങനെ നടത്തിയാല് എക്സ് എ ആവുമ്പോൾ വാട്ട് ഹാപ്പൻസ് വെൻ
x equal to a, when x equal to b, what happens to z? The variable z, what happens? This is an idea of transition. X a on z in the value a equal to b minus a into z plus a cancels z equal to 0. X b on some equal to b minus a into z plus a. That is b minus a equal to b minus a into z. That is z equal to. So a to b ennulla interval 0 to 1 എന്നായി മാറും. ബാക്കിയുള്ളതിനും എന്തൊക്കെ സംഭവിക്കും നോക്കാം. x equal to b minus a into ഇനി നമുക്ക് x minus a എന്താവും നോക്കാം. x minus a എന്താവും ഇവിടുന്ന്? x minus a becomes b minus a into z. ഇനി b minus x എന്താവും നോക്കാം. b minus x equal to b minus b minus a z plus a and now is equal to a ഇതിനെ ആദ്യം എഴുതാ b minus a minus b minus a z എന്നായി മാറും. is equal to b minus a into 1 minus z എന്നായി മാറും. അപ്പോൾ നമ്മളുടെ integral a to b x minus a whole raised to n minus 1 into b minus x whole raised to n minus 1 dx becomes integral 0 to 1 b minus x minus b minus a into z whole raised to m minus 1 into b minus x into b minus x whole raised to n minus 1 എന്നാണ്. അപ്പോൾ b minus a into 1 minus z whole raised to n minus 1 into d. dx അല്ല dx എന്തായി മാറും? dx equal to b minus a into dz. ട്രാൻസിഷൻ നടത്തുമ്പോൾ മൊത്തം ഇവിടെ b minus a whole raised to m minus 1 ആദ്യത്തെ ബ്രാക്കറ്റിൽ നിന്ന് വരും. രണ്ടാമത്തെ ബ്രാക്കറ്റിൽ നിന്ന് whole raised to n minus 1 വരും. പിന്നെ ഒരു b minus a ഇങ്ങോട്ട് വരും. അപ്പൊ b minus a ഇത്രയും ഉണ്ടാകും വരും. Integral 0 to 1 z raised to n minus 1 into 1 minus z whole raised to n minus 1 into dz. This is that is equal to e minus a whole raised to m plus n minus 1 into beta of m comma